നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ഋതു ഇതുവരെയായിട്ടും എത്താത്തന്റെ വിഷമത്തില് സങ്കടപ്പെട്ടിരിക്കുവാണ്. പൂർണിമ, അച്ചു, ശ്രീഹരിയൊക്കെ കൂടെ ബേബി ചേച്ചിയുണ്ട്. അവർ സിറ്റൗട്ടിൽ തന്നെ നിൽക്കുക. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, അല്ല, ഋതുവിന് നല്ല ബുദ്ധിമുട്ടുള്ള സമയം. അവൾക്കാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് തലകറക്കം ഉണ്ടാകുന്നുണ്ട്. എന്നിട്ടാണ് അവള് ആരെയും കൂട്ടാതെ പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇതെന്താണ് നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മയെന്ന് പറഞ്ഞു. പൂർണിമയ്ക്കും നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം ഈ സമയത്ത് അങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോഴേക്കാണ് ആ പൊരുവേല് കൊണ്ട് ഋതു നടന്നങ്ങോട്ടേക്ക് വരുന്നത്. ഋതു അങ്ങോട്ട് വന്നു കേട്ട് എല്ലാവരെയും ഒന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, അല്ല, ഇതെന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്? ഞാൻ പോയപ്പോഴും നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് പൂർണ്ണിമ ഇങ്ങനെ നോക്കി. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, അല്ല ഋതു, നീ ഹോസ്പിറ്റലിൽ പോയിട്ടോ? ആ, ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ പോയിട്ട് തിരികെ വന്നു. അല്ല, നീ എന്താ ഫോൺ എടുക്കാത്തെന്ന് ചോദിച്ചു സേതുവേട്ടനെ പല്ലവി ചേച്ചിയൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പം. അല്ല, അത് പിന്നെ ഞാൻ കണ്ടില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും പൂർണ്ണിമ അടുത്തേക്ക് വന്നു. പൂർണ്ണിമ എന്നിട്ട് ചോദിച്ചു, നീ എങ്ങനെയാ ഹോസ്പിറ്റലിലേക്ക് പോയത്? ഞാനൊരു ടാക്സി വിളിച്ച് തിരിച്ചിങ്ങോട്ട് എങ്ങനെ വന്നേ? അത് ഞാൻ ടാക്സിക്ക്. അല്ല, നീ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങിയായിരുന്നോ? ഇടയ്ക്ക് എവിടെ ഇറങ്ങാ? ഞാൻ എന്തിനാ ഇറങ്ങുന്നേ? ഞാൻ ഒരിടത്തും ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു, എങ്കിൽ പിന്നെ നീ എന്താ സേതുവേട്ടനും പല്ലവി ചേച്ചിയും ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെ? ഞാൻ പറഞ്ഞല്ലോ അച്ചു, കണ്ടില്ലായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ചു പറഞ്ഞു, പക്ഷെ നീ അവരെ കണ്ടു കാണത്തില്ല, അവർ നിന്നെ കണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഋതുന്ന് ഞെട്ടി. നീ ഫുട്പാത്തേ കൂടെ നടന്നു പോകുന്നുണ്ടോ? നീ എന്തിനാ ഫുട്പാത്തേ കൂടെ നടന്നു പോയത്? ടാക്സി വിളിച്ചു പോയ നീ എന്തിനാ അങ്ങ് നടന്നു പോയെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, അല്ല, നീ ഹോസ്പിറ്റലിലേക്കല്ലേ പോയത്? മരുന്നുകളും കാര്യങ്ങളൊക്കെ കാണത്തില്ലെന്ന് ചോദിച്ചു. അച്ചു പറഞ്ഞു, അതെ. അങ്ങനെയാണ് നീ നിന്റെ മരുന്ന് എന്തെടുത്ത് കാണിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഋതുവിന് ഒട്ടും സഹിച്ചില്ല. ഋതു പറഞ്ഞു, അതെ, നിങ്ങളെന്താ പോലീസ് മുറയിൽ എന്നെ ചോദ്യം ചെയ്തതെന്ന് ചോദിച്ചു. അതിന് മാത്രം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാനൊരു കുറ്റവാളിയൊന്നും അല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പൂർണ്ണിമയ്ക്ക് സഹിച്ചില്ല. പൂർണ്ണിമ ചെയ്തിട്ട് കർണ തീർത്ത് ഒറ്റയിടം കൂടി പൊട്ടിച്ചു. നീ എന്താടി പറഞ്ഞെന്ന് ചോദിച്ചോണ്ട്. നിന്നെ കാണാതെ ഇവിടെ മനുഷ്യനെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, എന്താ, എനിക്കെന്താ, ഒരിടത്തേക്ക് പോകത്തില്ലേ? ഇവിടെ എന്നെ തളച്ച് കെട്ടി ഇട്ടിരിക്കുവാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ തല്ലുവാണെ എന്നെ അങ്ങോട്ട് കൊന്നേക്കണം. ഇതിനേക്കാളും ഭേദം അതാ. എല്ലാവർക്കും കൂടെ എന്നെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പറഞ്ഞു കൊണ്ടു അല്ലേ? അതൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ചീത്ത പറഞ്ഞിട്ട് ഋതു അങ്ങോട്ടേക്ക് കയറിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥയായിപ്പോയി പൂർണ്ണിമയ്ക്ക്. ആ സമയം പിന്നീട് അച്ചു പല്ലവിയെ വിളിക്കുകയാണ്. പല്ലവിയെ വിളിച്ചിട്ട് പറഞ്ഞു, പല്ലവി ചേച്ചി, ഋതു വീട്ടിലെത്തിയെന്ന് പറഞ്ഞു. എത്തിയോ? ഇതേ ഇപ്പോഴെത്തിയതുള്ളൂ. അവളെന്തേലും പറഞ്ഞോ എവിടെ പോയതാന്ന്? അതെ, അതൊക്കെ വന്നിട്ട് സംസാരിക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പല്ലവി സേതുവിനോട് കാര്യം പറയണം. ഇനി നമുക്ക് ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോകാം സേതുവായിട്ടാന്ന് പല്ലവി പറഞ്ഞു. വീട്ടിലേക്ക് പോകാൻ വരട്ടെ, പിന്നെയോ എന്താണെങ്കിലും ഇനി നമുക്ക് ഇച്ചിരി സന്തോഷമുള്ള നിമിഷമല്ലേ, നമുക്കൊന്ന് കറങ്ങിയിട്ട് പോവാം. അങ്ങനെ പെട്ടെന്ന് വീട്ടിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ചുറ്റി അടിക്കാന്നൊക്കെ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോയി. അതേ സമയത്ത് CA ചന്ദ്രകുമാറിനെ SP വിളിപ്പിച്ചിരിക്കുകയാണ്. വിളിപ്പിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചന്ദ്രകുമാർ പറഞ്ഞു, അഖിലിനെ ഇതിനൊന്നും കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ. ഈ കേസ് അവനെ ഏൽപ്പിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അത്ര കഴിവുള്ളവനൊന്നും അല്ല അവന് എന്ന് ചന്ദ്രകുമാർ പറയണം. അത് കേട്ടപ്പോൾ SP ചോദിച്ചു, അതെന്താടോ? അഖിലിന്റെ അച്ഛനെ കുറിച്ച് അറിയാലോ? ആ പോലീസുകാരന് പോത്തുണ്ടി രാജൻ, അയാൾ ഒരു കറപ്ഷൻ കേസിൽ നേരത്തെ അകത്തായതാ. അതിന് ഞാൻ അയാളെ എല്ലോ കേസ് ഏൽപ്പിച്ചിരിക്കുന്നേ, അഖിലിനെ അല്ലേന്ന് ചോദിച്ചു. എന്നാലും സാറേ, അപ്പോഴേക്കാണ് അഖിൽ അങ്ങോട്ടേക്ക് വരുന്നേ. അഖിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും SP ചോദിച്ചു, എന്തായി കാര്യങ്ങളൊക്കെ? കേസിനെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞിട്ട്. അത് സാറേ, സാറ് സ്വാതിയുടെ ഫോട്ടോ കാണിച്ചില്ലായിരുന്നോ? ഞാൻ അവളുമായിട്ട് പരിചയത്തിലായി. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ പല വിവരങ്ങളും നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അവളുമായിട്ട് അടുപ്പത്തിലായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രകുമാറിന് ഒട്ടും പിടിച്ചില്ല. ഇത്ര പെട്ടെന്ന് ഇവൻ ഇത്രയും ചെയ്തോ എന്നൊരു ചിന്തയായിരുന്നു അയാളുടെ മനസ്സിൽ. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, ഈ തിളപ്പിലെ ചെറുപ്പത്തിലെ ചോരത്തിളപ്പിലെ, അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പോരാത്തിന് പെൺകുട്ടികളല്ലേ അടുപ്പം സ്ഥാപിക്കാനായിട്ട് കൂടുതൽ എളുപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അഖിലിന്. അഖില് പെട്ടെന്ന് വന്നിട്ട് ചന്ദ്രകുമാരോട് പറഞ്ഞു, സാറേ, സാർ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഈ കേസുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇഷ്ടംപോലെ പെൺകുട്ടികളായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ സാറ് ഈ പറയുന്ന പോലെ ഈ ചെറുപ്പത്തിന്റെ ചോരത്തെളുപ്പില് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ സാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം എന്നോട് തീർക്കാൻ വരണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്രകുമാറിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അപ്പോഴേക്കും SP പറഞ്ഞു, ഇതേ തർക്കിക്കാനുള്ള സ്ഥലമല്ല, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞു. അതിനുശേഷം അഖിലിനോട് പറഞ്ഞു, താൻ തന്റെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് പറയണം. അങ്ങനെ അഖിൽ അങ്ങോട്ട് പോയി. ചന്ദ്രകുമാറിന് കാരണം തടിയേറ്റോലേ പോയി. അതേ സമയത്ത് ഒരു ബീച്ചിലേക്ക് ഒരു ബിയർ ഊപ്പിയൊക്കെ പിടിച്ചോണ്ട് ഇന്ദ്രൻ ചെല്ലുവാണ്. അങ്ങനെ മദ്യപിച്ച് ലക്കായിട്ട് അതിലൂടെ നടക്കുന്ന സമയത്താണ് ഗിത്താർ വായിച്ചോണ്ട് 2-3 ചെറുപ്പക്കാരും ഒരു പുള്ളിക്കാരനും അവിടെ നിൽക്കുന്നുണ്ട്.
അത് കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് മദ്യക്കുപ്പിയൊക്കെ പിടിച്ചോണ്ട് ഇന്ദ്രൻ അങ്ങോട്ട് ചെന്നു. ഇന്ദ്രൻ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, ആ സന്തോഷമുണ്ട്. അല്ല, ഇത് വായിക്കുന്നോണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടോന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് കാണുമ്പോൾ എനിക്കും നല്ല സന്തോഷമാണെന്ന് പറഞ്ഞു. ഓ, എന്ത് ചെയ്യാനാ, എൻ്റെ അവസ്ഥ കണ്ടോ. എന്നെ ആർക്കും വേണ്ട, എൻ്റെ വീട്ടുകാർക്ക് വേണ്ട, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ട, എൻ്റെ രണ്ടാമത്തെ ഭാര്യയ്ക്കും വേണ്ട. എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുക. ഇപ്പോഴാണ്ട് സ്വന്തം പെറ്റമ്മ പോലും എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. ഇപ്പം ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാട്ടോ വീട്ടിൽ നിന്ന് പുറത്തായത്. പക്ഷെ എൻ്റെ കയ്യിലും കുറെ കൊള്ളരുതായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാനാ ബ്രോ, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, അതിങ്ങ് താട്ട്, ഞാനൊന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ കൊടുക്കാൻ ഒഴുക്കുമായിരുന്നില്ല. അതിങ്ങ് താ ബ്രോ എന്ന് പറഞ്ഞ് അത് തട്ടിപ്പറിച്ച് മേടിച്ചു. അപ്പോഴേക്കും ബാക്കിയുള്ളവരെ അവൻ്റേത് വാങ്ങിക്കാൻ തുടങ്ങി. ആ സമയത്ത് അതിൻ്റെ ഉടമ പറഞ്ഞു, അവതരിക്കട്ടെ, വായിക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം ഇന്ദ്രൻ ആ തല്ലി പൊട്ടിക്കുമെന്ന് മനസ്സിലായി. അത് ബലമായിട്ട് പിടിച്ചു വാങ്ങിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇന്ദ്രൻ അത് വായിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയം അച്ചു ഭയങ്കര വിഷമത്തിൽ മുറിയിലിരിക്കുക. അച്ചുവിൻ്റെ അടുത്തേക്ക് ശ്രീഹരി വന്നിട്ട് പറഞ്ഞു, അച്ചു ഇതെന്തിരിപ്പാ, നിനക്ക് ആഹാരം ഒന്നും കഴിക്കണ്ടെന്ന് ചോദിച്ചു. എൻ്റെ ശ്രീഹരി, എപ്പോഴും ഇങ്ങനെ കഴിക്കുന്നു പറഞ്ഞ് പിന്നാലെ നടക്കരുത്, എനിക്കാണ് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. അതെ, ഒന്നും കഴിക്കാത്തോണ്ടാ, പിന്നെ അതുകൊണ്ടൊന്നും അല്ലാന്ന് പറഞ്ഞു. എൻ്റെ അച്ചു, നിന്റെ മനസ്സിൽ എന്താ, നിനക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അത് പിന്നെ ശ്രീഹരിക്ക് അറിയാലോ, എനിക്ക് ഋതുവിനെ കുറിച്ചുള്ള ഓർമ്മകളാ. കാരണം ഋതുവിനെ കുറിച്ചുള്ള ടെൻഷൻ എൻ്റെ മനസ്സിൽ കൂടുതലുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി പറഞ്ഞു, നീ ഇനിയെങ്കിലും അത് അവളെക്കുറിച്ചുള്ള ചിന്തകൾ നിന്റെ തലയിൽ നിന്ന് എടുത്ത് കളയാൻ പറഞ്ഞു. ആ സമയത്താണ് ഋതു അങ്ങോട്ടേക്ക് വരുന്നത്. ഋതു മുറിയുടെ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഋതു അകത്തെ സംസാരം കേൾക്കണത്. ആ സമയം അച്ചു പറഞ്ഞു, ശ്രീഹരിക്കറിയാവോ ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അവൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പറ്റുന്ന പോലെയാ. അതൊന്നും പറഞ്ഞ് ശ്രീഹരിക്ക് മനസ്സിലായില്ല. ശ്രീഹരിക്ക് ഒരു കൂടപ്പിറപ്പില്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീഹരിയുടെ മുഖമൊക്കെ ഇങ്ങോട്ട് മാറി. ശ്രീഹരി പറഞ്ഞു, അതെ, എനിക്ക് കൂടപ്പിറപ്പില്ല, പക്ഷേങ്കിൽ രക്തബന്ധം വേണമെന്നില്ല കൂടപ്പിറപ്പ് ആനായിട്ട്. സേതുവേട്ടന് ഞാൻ തമ്മിൽ രക്തബന്ധമുണ്ടോ, പക്ഷെ സേതുവേട്ടൻ എൻ്റെ കൂടപ്പിറപ്പല്ലേ. അത് കേട്ടപ്പം അച്ചു പറഞ്ഞു, അയ്യോ ശ്രീഹരി, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, എന്ത് വായിക്കോട്ടെ. പക്ഷെ ഉണ്ടല്ലോ, എനിക്ക് സേതുവേട്ടനോടുള്ള അത്ര സ്നേഹം നിനക്ക് ഋതുവിനോട് ഉണ്ടോയെന്ന് ചോദിച്ചു. അത് പിന്നെ ശ്രീഹരി എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴത്തേനും ശ്രീഹരി പറഞ്ഞു, അതെ, ആരെയും താരതമ്യപ്പെടുത്തി പറഞ്ഞല്ല ഞാൻ, പക്ഷെ പറഞ്ഞു പോയതാന്ന് പറഞ്ഞു. നീ നിന്റെ ആരോഗ്യം നോക്കണം, നിന്റെ വയറ്റൊരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്ത വേണം. അല്ല ശ്രീഹരിക്കറിയാലോ ഋതുവിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്. അവൾക്ക് ആ കുഞ്ഞിനെ കുറിച്ച് ഒരു ശ്രദ്ധയില്ല. എൻ്റെ വയറ്റിലെ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നതോടൊപ്പം അവളുടെ കാര്യങ്ങൾ നോക്കണ്ടേ. അവളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇതേ ഞാനും പല്ലവി ചേച്ചിയൊക്കെയല്ലേ ഉള്ളൂ. പിന്നെ ആരാ അവളുടെ കാര്യം നോക്കുന്നത്. അതൊക്കെ കേട്ടപ്പോൾ ഋതുവിന് ഭയങ്കര വിഷമായി, വല്ലാത്തൊരു സങ്കടമായിപ്പോയി. പിന്നീട് അച്ചു വിഷമിച്ചു പോയ കട്ടിലിൽ ഇരിക്കുവാണ്. ശ്രീഹരി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അച്ചുവിനാണെങ്കിൽ ഋതുവിന്റെ കാര്യം ഓർത്തിട്ട് ആഹാരം പോലും വേണ്ടാത്തൊരവസ്ഥയായിപ്പോയി. അതേസമയം സേതുവും പല്ലവിയും കൂടെ ബീച്ചിലേക്ക് പോവാണ്. ആ സമയം സേതുവിനോട് പല്ലവി ചോദിച്ചു, എന്താ സേതുവേട്ടാ, ഭയങ്കര സന്തോഷമാണല്ലോ, ഋതു വീട്ടിൽ തിരിച്ചെത്തിയേൻ്റെ ചോദിച്ചു. അത് തന്നെയാ. അതേ സേതുവേട്ടാ, പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, മയൂരിയുടെ കാര്യം. അതൊക്കെ അങ്ങനെ നടന്നോളും, ശ്രീകാന്ത് വിവാഹത്തിന് സമ്മതിച്ചല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ബീച്ചിന് അങ്ങോട്ടേക്ക് എന്നിട്ട് വെള്ളത്തിലേക്ക് ഓടിച്ചാടി കിടന്ന് കളിക്കുവാണ്. അങ്ങനെ കുറെ സമയം അവരങ്ങനെ അവിടെ ചെലവഴിച്ചു. ആ സമയത്ത് സേതു ചോദിച്ചു, അല്ല, ഈ ഫാമിലി പ്ലാനിങ് ഞാൻ കേട്ടിട്ടുണ്ട്, അതെന്താ പല്ലവിന്ന് ചോദിച്ചു. അതോ, സേതുവണ്ണ അറിയത്തില്ലേ? അല്ല, എന്താ? അതെ, ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്. എന്ത് കാര്യങ്ങൾ? അത് സേതു ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം പല്ലവിയുടെ മുഖത്തൊരു നാണമൊക്കെ ഉണ്ടായി. സേതുവേട്ട, ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എത്ര കുട്ടികൾ വേണം, അങ്ങനെയൊക്കെ, നമുക്കിപ്പോൾ കുട്ടികൾ വേണോ, എത്ര കുട്ടികൾ വേണം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒന്ന് തീരുമാനമൊക്കെ എടുക്കൂല, അതാന്ന് പറയാ. ഓ, അപ്പം അതാണല്ലേ, വെറുതെ അല്ല തൻ്റെ മുഖത്തൊരു നാണം കണ്ടേന്ന് പറഞ്ഞു. അല്ല, നമുക്ക് എത്ര കുട്ടികൾ വേണമെന്ന് ചോദിച്ചു. എൻ്റെ സേതുവേട്ട അപ്പോൾ ഒന്ന് അവിടെ നിന്ന് പറഞ്ഞു, അല്ല, ഞാൻ ചോദിച്ചു എത്ര കുട്ടികൾ വേണമെന്നോ തൻ്റെ ആഗ്രഹം, 2 3 എത്ര എണ്ണം വേണം പറ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പല്ലു പറഞ്ഞു, ഒന്ന് പോ സേതുവേട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അപ്പുറത്തുനിന്ന് ഒരു ഒച്ചപ്പാടും വേളവും കേൾക്കുന്നേ. നോക്കി കഴിയുമ്പോഴത്തേനും ഇന്ദ്രനെ 2-3 പേര് കൂടിയിട്ട് തള്ളി മറിച്ചിടുന്ന കാഴ്ചയൊക്കെയാണ് കാണുന്നത്. കാരണം ഇന്ദ്രൻ്റെ കയ്യിൽ ഗിത്താറുണ്ടായിരുന്നു. മറ്റവരുടെ കയ്യിൽ നിന്ന് ഗിത്താർ അവൻ അടിച്ചു മാറ്റിയതായിരുന്നു. തരാൻ പറഞ്ഞിട്ട് കൊടുക്കാൻ കൂട്ടാക്കില്ല. ഒടുവിൽ അവന്മാർക്ക് ബലം പിടിക്കേണ്ടി വന്നു. അപ്പോഴേക്ക് സേതുവും പല്ലവിയും കൂടെ ഓടിച്ചെന്നു. ആ സമയത്ത് ഗിത്താർ മേടിച്ചിട്ട് അവന്മാർ പറഞ്ഞു, അവന്മാരൊക്കെ ഇറങ്ങിക്കുളം മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഒന്ന് പോടോന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ്റെ 2 തല്ലും കൊടുത്തിട്ടാണ് ഗിത്താർ മേടിച്ചെടുത്തത്. ഇന്ദ്രനെ നിലത്ത് വീണ് കിടക്കുവാണ്. ആ സമയത്ത്
പല്ലവി പറഞ്ഞു സേതുവേട്ട ഇന്ദ്രൻ അവൻ അവിടെ ഇവിടെ കിടക്കട്ടെ, നീ വാ പല്ലവി എന്ന് പറഞ്ഞു. അല്ല സേതുവേട്ട അത് പിന്നെ നീ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. സേതു പല്ലവിയുടെ കൈ പിടിച്ചു. ഇന്ദ്രൻ അപ്പോഴും ആ സമയത്ത് ഹലോ ഗൈസ് അവിടെ നിൽക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊലുമ്പുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.